അപ്പോൾ റബ്ബ് നമുക്ക് നൽകിയ സാമ്പത്തിക ഭദ്രതയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും സ്വതപ്പെടും. പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളി, എല്ലാ ദിവസവും 10 രൂപ പിടിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 100 രൂപ എടുക്കണം. അതൊരാൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല, അർഹരായ 10 പേർക്ക് കൊടുത്താൽ മതി. അതുകൊണ്ടല്ല പള്ളിക്കൊക്കെ പോകുമ്പോൾ വളഞ്ഞ ദൈർഘ്യമേറിയ വഴിയിലൂടെ പോകലാണ് പ്രത്യേകം പുണ്യം. അതിന് പല കാരണങ്ങളുണ്ട്, പണ്ഡിതന്മാർ പറയുന്നത്. സ്റ്റെപ്പ് കൂടുന്നുള്ളതാണ് ഒരു കാരണം അല്ലേ. സ്റ്റെപ്പ് കൂടിയ അനുസരിച്ച് പുണ്യം കിട്ടൂലേ. ചെറിയ വഴിയിൽ നമ്മൾ പോയാൽ കുറച്ചേ നടക്കുള്ളൂ, ദീർഘമായ വഴിയിൽ പോയാൽ കുറേ നടക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘമായ വഴിയിലൂടെ പോകുമ്പോൾ പാവപ്പെട്ട കുറേ ആൾക്കാരെ കാണും. അപ്പോൾ കൂടുതൽ സ്വതക്ക ചെയ്യാനുള്ള അവസരം കിട്ടും എന്നുള്ളത്. പെട്ടെന്ന് പോയാലേ ആരും ഉണ്ടാവില്ല അവിടെ, അല്ലെങ്കിൽ 1-2 ആളെ കാണുള്ളൂ. നേരെ മറിച്ച് നീണ്ട വഴിയിലൂടെ പോകുമ്പോൾ കുറേ സാധുക്കളെ കാണും. ഇപ്പോൾ കോഴിക്കോട് കോംപ്ലക്സ് പരിസരത്തൊക്കെ കാണാം, വെളുത്തൊരു ടീം. അവരുടെ കുടുംബം അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അവരോട്. ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കുഞ്ഞു മക്കളടക്കം ഫുൾ വെളുപ്പ്, ഈ ചെമ്പിച്ച മുടി. അവർക്ക് ഈ വെളിച്ചത്തോട് പ്രതികരിക്കാനേ പറ്റൂല. കണ്ണിങ്ങനെ ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ ചിമ്മിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ നേരവണ്ണം വെളിച്ചം കാണാൻ പറ്റൂല അവർക്ക്. എങ്ങനെ അവർ ജീവിക്കുക? അവരുടെ ശരീരത്തിൽ നന്നായിട്ട് വെയിലുണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുമന്ന് തുടിക്കും. കാരണം മുഴുവൻ വെളുപ്പാണ്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അനാരോഗ്യകരമായ വെളുപ്പ് അല്ല, സൗന്ദര്യത്തിൻ്റെ ഒക്കെ ഉള്ള ആ വെളുപ്പല്ല, സൗന്ദര്യമുള്ള വെളുപ്പല്ല, അതൊരു രോഗമാണ്. പാണ്ട് പിടിച്ച ആളുകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഫുൾ ശരീരം മൊത്തം അങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാവും? കണ്ണ് മുതൽ. അപ്പം ഇങ്ങനെ കണ്ണ് തുറക്കാനേ പറ്റൂല. ഓരോ ദൂരം നിന്ന് നോക്കി ഇങ്ങനെ നിന്ന് നമ്മൾ നമ്മുടെ നിയമത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച പദം വരൂലേ. നമ്മുടെ ശരീരത്തിന് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നു. പച്ചപ്പും സൗന്ദര്യങ്ങളും ഈ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. വെളിച്ചത്തിലും അപ്രകാരം തന്നെ വെളിച്ചമില്ലാത്തപ്പോഴും നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ജീവിതം പ്രധാനമാണ്. അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ വീട് നിർമ്മാണം നടക്കണം. ജോലി ചെയ്യാൻ പറ്റാത്ത സാധു മനുഷ്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ സക്കാഫിയെ പോലെയുള്ള ആളുകൾ, അവരുടെ വീട് നിർമ്മാണം നടക്കണ്ടായി, അല്ലെങ്കിൽ അവരുടെ മക്കളെ കല്യാണം നടക്കണ്ടായി. ആർഭാടങ്ങളും ഒട്ടുമില്ലെങ്കിലും അടിസ്ഥാനപരമായി കല്യാണം എന്ന് പറയുന്ന ചടങ്ങ് നടക്കണ്ടായി. എൻ്റെ സുഹൃത്തിൻ്റെ ആൾ പറയുന്ന കേൾക്കാം, കോഴിക്കോട് അങ്ങാടിയിൽ പട്ടിണി അടക്കാൻ ഡെയിലി 250 രൂപ വേണം. പട്ടിണി അടക്കുകയാണെങ്കിൽ 250 വേണം. അപ്പോൾ അപ്രകാരം വളരെ ചെറിയ കല്യാണമാണെങ്കിലും അത് നടക്കണമെങ്കിൽ അതിൻ്റെതായ ചിലവ് വരില്ലേ. അതൊക്കെയാണ് സമൂഹം ഏറ്റെടുത്ത് നടത്തേണ്ടത്.